എൻ്റെ പേര് ഇയാ ക്രിഷ്. ഞാൻ പഠിക്കുന്നത് റോയൽ പ്രൈവറ്റ് സ്കൂൾ ഫുജേറ. പിന്നെ ഞാൻ താമസിക്കുന്നത് UAE ഫുജേറ പറഞ്ഞ സ്ഥലം. എക്സ്പീരിയൻസ് വെച്ചാൽ നല്ല സിമ്പിളായിരുന്നു, കയറാൻ ഒരു പ്രശ്നമില്ലായിരുന്നു. എനിക്ക് മല കയറുന്നത് ഇഷ്ടമാണ്. പിന്നെ എനിക്ക് നല്ലോണം കൂടുതൽ നടക്കാൻ ഇഷ്ടമാണ്. അതാണ് എനിക്ക് മല കയറാൻ ഇഷ്ടമാണ്. അത് ശബരിമല യാത്ര ചെയ്തിട്ടാണ് കുഞ്ഞ് മൗണ്ടെയിൻസ് കയറിയ 1-2 അത് കഴിഞ്ഞിട്ട് ജബൽജീസ് കയറിയ UAE ഏറ്റവും ഹയസ്റ്റ് പീക്ക്. അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ കുറച്ച് നല്ല എക്സ്പീരിയൻസ് വന്നത്. എന്നിട്ടാണ് നമ്മൾ തബ്കുൽ കയറിയത്. ബുദ്ധിമുട്ട് വെച്ചാൽ മഞ്ഞ എപ്പോഴാണ് ബുദ്ധിമുട്ട്. കയറുമ്പോൾ എൻ്റെ കാല് താഴത്തോട്ട് പോകാനായിരുന്നു. നല്ല സന്തോഷം ഉണ്ടായിരുന്നു. 5 പേര്, പിന്നെ ഒരു ഗൈഡും കുക്കും. അവിടുന്ന് ഒരു റെഫ്യൂജ് കൊണ്ടൊരു സ്ഥലമുണ്ട്. അതിൽ നമുക്ക് ഫുഡും കിട്ടും, പിന്നെ ഒരു സ്ലീപ്പിംഗ് പ്ലേസും കിട്ടും. ഫ്രണ്ട്സിനെ അറിയില്ല, നമ്മൾ മെയിലെല്ലാം അയച്ചിട്ടുണ്ട്. ടീച്ചറെ മാത്രമേ അറിയുള്ളൂ. ടീച്ചർ ഒന്ന് ഇനി അടുത്ത് നല്ലോണം കയറണോ, അതിൻ്റെ നല്ല സന്തോഷമായിട്ട് കുറേ മല കയറണമെന്ന്. അമ്മയ്ക്ക് നല്ല സന്തോഷം ഉണ്ടായിരുന്നു, എല്ലാവർക്കും സന്തോഷം ഉണ്ടായിരുന്നു. അടുത്തത് കിളിമഞ്ചാരോ. നമ്മൾ നല്ല ലൈറ്റായിട്ട് ഫുഡ് കഴിക്കണം. പിന്നെ അത് പതുക്കെ ആയിരിക്കും കയറുന്നത്. തബ്കുൽ പോലെയല്ല. നമ്മൾ ഒരു 1 മീറ്റർ അല്ലെങ്കിൽ കുറച്ച് മീറ്റർ കയറും. പിന്നെ നമ്മൾ ഒരു സ്ഥലത്ത് ടെൻ്റ് അടിക്കും. പിന്നെ കുറച്ചും കൂടി ഒരു ദിവസം ടെൻ്റ് അടിക്കും. എൻ്റെ പേര് കൃഷ്ണരാജ്. തൃശ്ശൂർ സ്വദേശിയാണ്. UAE വർക്ക് ചെയ്യുന്നത്, ഫുജിറ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അവിടെ ഏകദേശം ഒരു 14 വർഷമായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നു. മലകളും കാര്യങ്ങളൊക്കെ അവിടെ ഞങ്ങൾ കയറാൻ പോകാറുണ്ട്. അങ്ങനെ ഉരുത്തിരിഞ്ഞാണ് ഇവിടെ മല കയറാകുമ്പോൾ ഞങ്ങളുടെ കൂടെ വരും വീക്കെൻഡ്സിൽ. അങ്ങനെ കയറിയിട്ടാണ് ഇവിടെ 5 വയസ്സിൽ ഒരു റെക്കോർഡ് ഇട്ടു. അപ്പോൾ അതിൻ്റെ പിന്നോടിയായിട്ട് ഞങ്ങളിങ്ങനെ പ്രാക്ടീസ് കൊടുത്തിട്ടാണ് ഈ തബ്കുൽ കയറിച്ചത്. എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഞങ്ങൾ 3 ദിവസം കൊണ്ടാണ് കയറിയത്. അത്യാവശ്യം നല്ല പ്രിപ്പറേഷൻസ് ഉണ്ടായിരുന്നു. ഇത് ഞങ്ങൾ സെക്കൻഡ് അറ്റംപ്റ്റ് ആണ്. ഫസ്റ്റ് അറ്റംപ്റ്റ് ഞങ്ങൾ ഫെയിലിയർ ആയിരുന്നു. കാരണം മാർച്ചിൽ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അവൾക്കന്ന് 7 വയസ്സായിരുന്നു. അപ്പോൾ 7 വയസ്സിൽ ചെയ്യാന്നുള്ള രീതിയിൽ അന്ന് പോയിട്ട് ഞങ്ങൾക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം -12 ആ റേഞ്ച് ആയിരുന്നു തണുപ്പുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ കാലൊക്കെ മണ്ണിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോവുക. ആ സമയത്ത് മഞ്ഞിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോവുക. അതുകൊണ്ട് ഞങ്ങളത് റിസ്ക് എടുക്കാതെ എക്സ്പീഡിഷൻ ക്ലോസ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. എന്നിട്ട് ഞങ്ങൾ ജൂലൈയിൽ വീണ്ടും പോയിട്ടാണ് അത് കംപ്ലീറ്റ് ചെയ്തത്. അവിടെ നമ്മളൊരു കുക്കിനെയും അതേപോലെ ഗൈഡിനെയൊക്കെ ഹയർ ചെയ്തു. പിന്നെ നമ്മുടെ കോച്ചും കൂടി ഉണ്ടായിരുന്നു. പിന്നെ 2 സുഹൃത്തുക്കളും വേറെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി പോയിട്ടാണ് ഈ ഒരു എക്സ്പീഡിഷൻ കംപ്ലീറ്റ് ചെയ്തത്. അവരെല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു കംപ്ലീറ്റ് കയറാൻ വേണ്ടിയിട്ട്. എക്സ്പെൻസ് അത്യാവശ്യം നല്ല എക്സ്പെൻസ് വന്നു വെച്ച് കഴിഞ്ഞാൽ 2 തവണയായിട്ടാണല്ലോ കയറിയത്. ഒരു ഏകദേശം 10 lakh എബോ ആയിട്ടുണ്ട് ഞങ്ങൾക്ക് 2 പ്രാവശ്യം കൂടിയിട്ട് പോയിട്ട് വരാൻ വേണ്ടിയിട്ട്. എന്താ വെച്ചാൽ നമുക്ക് ഞങ്ങളുടെ എക്സ്പെൻസ് മാത്രമല്ല, നമ്മുടെ കോച്ചിൻ്റെ എക്സ്പെൻസും കാര്യങ്ങളെല്ലാം നമുക്ക് എടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ടും പിന്നെ അവിടുത്തെ ഗൈഡിൻ്റെ എക്സ്പെൻസ് നമ്മൾ എടുക്കണം, കുക്ക് എല്ലാം എക്സ്പെൻസ് എടുക്കണം. ഇപ്പോൾ കുട്ടി ആയതുകൊണ്ട് നമ്മൾ നമുക്ക് ഫ്രീ ആയിട്ട് പോകാൻ പറ്റില്ല, ജെൻസ് പോകുന്ന പോലെ. അപ്പോൾ അങ്ങനെ നമ്മൾ കുട്ടികളുള്ളതുകൊണ്ട് ഈ ഒരു എക്സ്പെൻസ് നമുക്ക് കൂടിയിട്ടുണ്ട് 2 തവണ ആയതുകൊണ്ട്. നെക്സ്റ്റ് ഞങ്ങൾ കിളിമഞ്ചാരോ ആണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അത് അതിൻ്റെ വർക്കൗട്ടിങ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പ്ലസ് അതിൻ്റെ പെർമിറ്റ് കിട്ടണം. പെർമിറ്റ് കിട്ടിയിട്ട് വേണം നമ്മൾ അടുത്ത നീക്കുപോക്കുകൾ നടത്താൻ വേണ്ടിയിട്ട്. സ്കൂളിൽ അറിയിച്ചിട്ടില്ല, കാരണം ജൂലൈ 3 ഞങ്ങൾ പോയത് മല കയറാൻ വേണ്ടിയിട്ട്. പക്ഷേ ജൂലൈ 3 സ്കൂൾ അടച്ചു. ഇനി ഓഗസ്റ്റ് ലാസ്റ്റ് വീക്കിൽ സ്കൂൾ തുറക്കത്തുള്ളൂ. എന്നിട്ട് വേണം പറയാൻ. ടീച്ചറൊക്കെ അറിയിച്ചു, അവരൊക്കെ കൺഗ്രാജുലേഷൻ മെയിൽ തന്നിട്ടുണ്ട്. ഇനി സ്കൂളിലേക്ക് കുട്ടികളായിട്ട് ഇവരായിട്ടുള്ള ഒരു ഡിസ്കഷൻ ആയിട്ടില്ല, സ്കൂൾ തുറന്നിട്ടേ ഉള്ളൂ. ഇവിടെ കളരി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഒരു ഡെയിലി എൻട്രൻസിന് വേണ്ടിയിട്ട് കളരി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. വേറെ അങ്ങനെ സ്പോർട്സിനൊന്നും അങ്ങനെ പോയി ഞാൻ വിട്ടു തുടങ്ങിയിട്ടില്ല. കളരിയാണ് മെയിനായിട്ട്. കളരിയും ഈ പറയുന്ന ഡാൻസും ഒക്കെ ആയിട്ടാണ് ഇവിടെ ഇങ്ങനെ പോകുന്നത്.